ഹായ് ഓൾ, സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കംപ്ലീറ്റ് പഠിക്കുന്ന നമ്മുടെ വീഡിയോ സീരീസിൻ്റെ 25ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ ടോപ്പിക്കാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും ChatGPT എന്താണെന്ന് ഓൾറെഡി നിങ്ങൾ അറിഞ്ഞു കാണും. ഓപ്ഷൻ ട്രേഡിങ്ങിലെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡുകൾ എന്താണെന്ന് നമുക്ക് ഇന്ന് ChatGPTയോട് ചോദിക്കാം. ChatGPT നമുക്ക് തരുന്ന സ്ട്രാറ്റജികളെ കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഒരു വ്യക്തിയോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ പഠിപ്പിക്കുന്ന ഒരു സ്ട്രാറ്റജിയേക്കാൾ ChatGPT പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു ചാറ്റ് ബോട്ട് തരുന്ന സ്ട്രാറ്റജീസ് വളരെ ക്ലിയർ ആൻഡ് പെർഫെക്റ്റ് ആകാനുള്ള സാധ്യതകളുണ്ട്. ഇത് എൻ്റെ ആൻസർ അല്ല, ChatGPT എനിക്ക് തന്ന ആൻസേഴ്സ് ആണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏറ്റവും മികച്ച ഓപ്ഷൻ സ്ട്രാറ്റജീസ് ഏതാണെന്ന് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ChatGPT തന്ന 3 ആൻസേഴ്സ് ആണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ കവേർഡ് കോൾ ആണ്, അതായത് കോൾ സെല്ലിംഗ് ആണ് ആദ്യം തന്ന ഒരു മെത്തേഡ്. അത് വെറുതെ കോൾ സെല്ല് ചെയ്യല്ല. ഫസ്റ്റ് വൺ ഈസ് കവേർഡ് കോൾ. രണ്ടാമത്തെ കോൾ സ്പ്രെഡ് ആണ് ഏറ്റവും മികച്ച സ്ട്രാറ്റജി ആയിട്ട് ChatGPT പറഞ്ഞത്. മൂന്നാമത് പുട്ട് സ്പ്രെഡ് ആണ് പറഞ്ഞത്. അപ്പോൾ ഈ 3 സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. സോ നിങ്ങൾ ChatGPTയെ കുറിച്ചിട്ട് ഇതുവരെയും കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ ആദ്യമേ നിങ്ങൾക്ക് തരാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു ചാറ്റിംഗ് ബോട്ടാണ് ഈ പറയുന്ന ChatGPT എന്ന് പറയുന്നത്. നമ്മൾ ഒരു പുതിയ കാര്യം പഠിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്താണ്? നമ്മൾ എന്ത് ചെയ്യും? ഗൂഗിൾ സെർച്ച് ചെയ്ത് വരുന്ന ഒരു ലിസ്റ്റ് ഓഫ് ആൻസേഴ്സിൽ നിന്ന് നമ്മൾ എല്ലാം ചെക്ക് ചെയ്ത് ഏറ്റവും മികച്ച ആൻസർ നമ്മൾ സ്വന്തമായി കണ്ടുപിടിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്. എന്നാൽ ഫ്യൂച്ചറിൽ ഇതെല്ലാം വലിയ വ്യത്യാസം വരാനുള്ള സാധ്യതകളുണ്ട്. അതിൻ്റെ ഒരു തുടക്കമാണ് ഈ പറയുന്ന ChatGPT. ഇതൊരു ചാറ്റ് ബോട്ടാണ്, അതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോടുകൂടി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന ChatGPTയോട് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ആൻസർ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ChatGPTയോട് ഞാൻ പോയി ഏറ്റവും മികച്ച നിഫ്റ്റി ഓപ്ഷൻ ട്രേഡിംഗ് മെത്തേഡ് എന്താണെന്ന് സെർച്ച് ചെയ്തു. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെയാണ് എനിക്ക് ChatGPT തന്ന ആൻസർ. ഫസ്റ്റ് വൺ കവേർഡ് കോൾ റൈറ്റിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ കീപ്പ് ചെയ്യുന്ന അണ്ടർലൈൻ അസറ്റിൻ്റെ ഈക്വലൻ്റ് ആയിട്ട്, അത് നിഫ്റ്റിക്ക് ഈക്വലൻ്റ് ആയിട്ട് നിഫ്റ്റിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ആ സ്റ്റോക്കുകളോ അല്ലെങ്കിൽ നിഫ്റ്റി ബീസോ ഹോൾഡ് ചെയ്തുകൊണ്ട് ഒരു ഡീസൻറ്റ് ഡിസ്റ്റൻസിലുള്ള കോളുകൾ സെല്ല് ചെയ്ത് വളരെ ചെറിയ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഈ പറയുന്ന കവേർഡ് കോൾ റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് ഞാൻ സ്ക്രീൻ റെക്കോർഡോടുകൂടി നിങ്ങൾക്ക് സെൻസിബിൾ ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഇത് വളരെ മികച്ച ഒരു പാസീവ് ഇൻകം സ്ട്രാറ്റജി തന്നെയാണ്. രണ്ടാമത്തെ മെത്തേഡ് ബുൾ കോൾ സ്പ്രെഡാണ്. അപ്പോൾ കോൾ സ്പ്രെഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി തന്നെയാണ്. ഇത് എങ്ങനെ നമ്മുടെ മാർക്കറ്റിൽ ഉപയോഗിക്കാം? മാർക്കറ്റിൻ്റെ ട്രെൻഡ് അനുസരിച്ചിട്ട് വേണം, അതായത് മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഈ പറയുന്ന കോൾ സ്പ്രെഡ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് മൂന്നാമത് കിട്ടിയ ഒരു ആൻസർ എന്ന് പറയുന്നത് ബിയർ പുട്ട് സ്പ്രെഡാണ്. ഇതും വളരെ മികച്ചൊരു സ്ട്രാറ്റജി തന്നെയാണ്. ഇതിന് നമുക്ക് എന്ത് വേണം? മാർക്കറ്റിൻ്റെ ട്രെൻഡിനെ വളരെ കൃത്യമായിട്ട് അനാലിസിസ് ചെയ്ത് ആ ഒരു ഐഡിയ കൂടി മിക്സ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യേണ്ടത്. ഈ 3 സ്ട്രാറ്റജീസ് സെൻസിബിൾ ഉപയോഗിച്ച് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരിക. അതുപോലെ തന്നെ ഒരു ഓപ്ഷൻ ട്രേഡർക്ക് ഈ 3 സ്ട്രാറ്റജി ഉപയോഗിച്ച് എങ്ങനെ ഇൻകം ജനറേറ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഹായ്, നമുക്ക് ChatGPTയുടെ അടുത്ത് നിഫ്റ്റി ഓപ്ഷൻ ട്രേഡിംഗ് ബെസ്റ്റ് മെത്തേഡ് എന്ന് ചോദിക്കാം. ChatGPT നമുക്ക് എന്ത് ആൻസറാണ് തരുന്നതെന്ന് നമുക്ക് ഡയറക്റ്റ്ലി തന്നെ അറിയാനായിട്ട് സാധിക്കും. ChatGPT പറയുന്നത് ദർ ഈസ് നോ ബെസ്റ്റ് മെത്തേഡ് ഫോർ ദ ട്രേഡിംഗ് ഇൻ ഓപ്ഷൻസ് നിഫ്റ്റി ഇൻഡെക്സ് എന്നാണ്. എന്നാലും അവർ നമുക്ക് 1-2 നല്ല സജഷൻസ് കൂടി തരുന്നുണ്ട്. പിന്നെ അത് അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഇൻഡിവിജ്വൽ ട്രേഡേഴ്സിൻ്റെ ഗോളും റിസ്ക് ടോളറൻസും ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നാണ്. അത് കൃത്യമായിട്ടുള്ള പൊസിഷൻ സൈസിങ്ങും റിസ്ക് റിവാർഡും തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നാണ് ഇവർ പറയുന്നത്. ആദ്യം ഇവർ പറയുന്നത് കവേർഡ് കോളാണ്. കവേർഡ് കോൾ എന്താണ്? നിങ്ങൾക്ക് നിഫ്റ്റി ബീസ് അണ്ടർലൈൻ അസറ്റ് ഏതാണോ അത് ബൈ ചെയ്തതിന് ശേഷം
അതിൻ്റെ ഡിസ്റ്റൻസിലുള്ള കോൾ ഓപ്ഷനെ സെല്ല് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് സെൻസിബിൾ എടുത്തതിന് ശേഷം കവേർഡ് കോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് സ്ട്രാറ്റജി ബിൽഡർ. സ്ട്രാറ്റജി ബിൽഡറിൽ നിങ്ങൾക്ക് കവേർഡ് കോൾ കാണാനായിട്ട് പറ്റും. നമ്മൾ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുമ്പോൾ കവേർഡ് കോൾ ചെയ്യാനായിട്ട് ഞാൻ നിഫ്റ്റിയിലോട്ട് ഇത് കൺവേർട്ട് ചെയ്യുകയാണ്. നിഫ്റ്റിയിലോട്ട് വന്നിട്ട് ഫ്യൂച്ചർ ബൈ ചെയ്തിട്ടാണ് ഞാനിവിടെ കവേർഡ് കോൾ ചെയ്തത്. ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട. പകരം ഫ്യൂച്ചറിൻ്റെ പകരം ഒരു അത്രയും തന്നെ ഈക്വലൻ്റ് ആയിട്ടുള്ള നിഫ്റ്റി ബീസ് വാങ്ങുക. ഏകദേശം ഒരു 5 lakhsനോ 7 lakhsനോ ഒക്കെ നിഫ്റ്റി ബീസ് വാങ്ങിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ പോയിട്ട് ഒരു ഡിസ്റ്റൻസ് ഒരു 500 to 1000 പോയിന്റ് ഡിസ്റ്റൻസിൽ, ഇപ്പോൾ 18,000 ഒക്കെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ചുകൂടി അകലത്തിൽ വീക്ക്ലിയോ മന്ത്ലിനേക്കാൾ ബെറ്റർ വീക്ക്ലി തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു 30 രൂപ 20 രൂപയൊക്കെയുള്ള കോള് സെല്ല് ചെയ്ത് ഇപ്പോൾ ഫ്യൂച്ചറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ മാസവും എല്ലാ ആഴ്ചയും നമുക്ക് എന്ത് ചെയ്യാം, ഒരു 0.5 അതിൽ കൂടുതൽ നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ 5 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഏകദേശം 0.5 മാത്രം നമ്മൾ ചെയ്യുക. 5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് നിഫ്റ്റി ബീസ് വാങ്ങിക്കഴിഞ്ഞ് അത് നമ്മൾ പ്ലെഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 4 ലക്ഷം രൂപ കിട്ടും. ഈ 4 ലക്ഷം രൂപ കൊണ്ട് നമുക്ക് 4 ലോട്ട് എന്ത് വാങ്ങാനായിട്ട് പറ്റും, 4 ലോട്ട് കോള് ഷോർട്ട് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ഡെൽറ്റ 0.1 ഉള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം നല്ല ഡിസ്റ്റൻസിലുള്ള പ്രീമിയം ഒരു 20 രൂപ, വീക്കിലി പ്രീമിയം ഒരു 20 to 15 താഴെയുള്ള കോള് സെല്ല് ചെയ്യുക. അതായത് നിങ്ങളിവിടെ സ്ക്രീനിൽ കാണുന്ന പോലെയാണെങ്കിൽ ഞാനിപ്പോൾ 50 രൂപയുടെയാണ് സെല്ല് ചെയ്തിരിക്കുന്നത്. ഇത് ഒഴിവാക്കിയിട്ട് നമുക്ക് ഫ്യൂച്ചർ ഒഴിവാക്കാം. നമ്മുടെ കയ്യിൽ നിഫ്റ്റി ബീസ് ഉണ്ടെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അതിനുശേഷം നമ്മളൊരു 35 രൂപയുടെ 4 ലോട്ട് സെല്ല് ചെയ്യുകയാണ്. 8 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 2 ലക്ഷം രൂപയുള്ളെങ്കിൽ ഒരു ലോട്ട്, 2 ലക്ഷം രൂപയ്ക്ക് ഒരു ലോട്ട് എന്നുള്ള രീതിയിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇവിടെ ഇപ്പം ഞാൻ 8 ലക്ഷം രൂപയ്ക്ക് 4 ലോട്ട് എന്നുള്ള രീതിയിൽ ട്രൈ ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ആവശ്യം വരുന്നത് ഏകദേശം 3 ലക്ഷം രൂപയുടെ മാർജിനാണ്. നമുക്ക് ഒരു 5 ലക്ഷം രൂപയ്ക്ക് നിഫ്റ്റി ബീസ് ബൈ ചെയ്ത് പ്ലെഡ്ജ് ചെയ്താൽ നമുക്ക് ഏകദേശം 4 ലക്ഷത്തിൽ കൂടുതൽ മാർജിനും കിട്ടും. അതിന് ഓപ്ഷൻ സ്റ്റോക്ക് പ്ലെഡ്ജിങ് ചെയ്താൽ മതി. ഇപ്പോൾ ഈ ട്രേഡിൽ എനിക്ക് ഏകദേശം 7000 രൂപ ലാഭമുണ്ട്. 5 ലക്ഷം രൂപയ്ക്ക് 1% കൂടുതൽ ലാഭം ഒരു വീക്കിൽ കാണുന്നുണ്ട്. കാരണം ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അദാനി എൻ്റർപ്രൈസസിൻ്റെ ഇഷ്യൂ കൊണ്ട് വലിയ ഹ്യൂജ് ഫാള് വരികയും വിക്സ് ഓപ്ഷൻ്റെ പ്രീമിയം കൂടി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇത്രയും അല്ലാത്ത സാഹചര്യത്തിൽ ഇത്രയും പ്രോഫിറ്റ് നമുക്ക് വരില്ല. അപ്പോൾ 5 ലക്ഷം രൂപയ്ക്ക് ഏകദേശം 2000 മുതൽ 3000 രൂപ വരെയും വീക്കിലി പ്രോഫിറ്റ് കിട്ടും. വീക്കിലി അത്രയും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒരു 2000 രൂപ, 5 ലക്ഷം രൂപയ്ക്ക് വീക്കിലി 2000 രൂപ പ്രോഫിറ്റ് കിട്ടുന്ന രീതിക്ക് ഒരു പാസീവ് ഇൻകം സ്ട്രാറ്റജി ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഒരു അടിപൊളി സ്ട്രാറ്റജി തന്നെയാണ് കവേർഡ് കോൾ. എന്ത് ചെയ്യണം, നിഫ്റ്റി ബീസ് ബൈ ചെയ്യുക, അത് പ്ലെഡ്ജ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ കോള് സെല്ല് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഈ പറയുന്ന കവേർഡ് കോൾ എന്ന് പറയുന്ന സ്ട്രാറ്റജി. ഈ സ്ട്രാറ്റജി വർക്കൗട്ട് ആകാനുള്ള റീസൺ നിഫ്റ്റി ഒരു മൾട്ടി സെക്ടർ ഇൻഡെക്സ് ആയതുകൊണ്ട് തന്നെ വലിയ മൂവ്മെൻറ്റുകൾ നിഫ്റ്റിയിൽ ഉണ്ടാകില്ല. നിങ്ങൾക്ക് ഇന്ന് തന്നെ കാണാം, ഇത്രയും വലിയൊരു ഡൗൺഫാൾ ഉണ്ടായിട്ട് നിഫ്റ്റി ഇപ്പോഴും 17,600 എന്ന് പറയുന്ന സ്പോട്ടിൽ തന്നെയാണ്. ബാങ്ക് നിഫ്റ്റി വീണതിനേക്കാൾ വളരെ കുറച്ച് മാത്രമാണ് ആര് വീണിട്ടുള്ളൂ, നിഫ്റ്റി വീണിട്ടുള്ളൂ. അതും ഒരു അദാനി പോലുള്ള സ്റ്റോക്ക് 20% ഒക്കെ വീഴുന്ന സമയത്താണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മുടെ ChatGPT പറഞ്ഞ അടുത്ത ട്രേഡ് ബുൾ കോൾ സ്പ്രെഡാണ്. എന്താണ് ബുൾ കോൾ സ്പ്രെഡ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് സ്ട്രാറ്റജി ബിൽഡറിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ബുൾ കോൾ സ്പ്രെഡ് കാണാനായിട്ട് പറ്റും. അപ്പോൾ എന്ത് ചെയ്യാം, ബുൾ കോൾ സ്പ്രെഡ് നമ്മൾ ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഈ സ്ട്രാറ്റജി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, ഇൻ ദ മണി അല്ലേ, ജസ്റ്റ് 17,600 കോളിനെ സെല്ല് ചെയ്തുകൊണ്ട് 17,800 കോളിനെ ബൈ ചെയ്തുകൊണ്ട് 17,800 കോളിനെ സെല്ല് ചെയ്തിരിക്കുകയാണ്. ഇതൊരു ബുള്ളിഷ് സ്ട്രാറ്റജിയാണ്. അപ്പം മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന ടൈപ്പ് ഓഫ് സ്ട്രാറ്റജിയാണ് ഈ ഒരു സ്ട്രാറ്റജി. അതുമാത്രമല്ല ഈ ഒരു സ്ട്രാറ്റജിക്ക് എപ്പോഴും ഒരു നല്ല റിസ്ക് റിവാർഡ് തരാനും സാധിക്കും. ഏകദേശം 1:1 റിസ്ക് റിവാർഡ്.
അപ്പോൾ അടുത്തുള്ള ഓപ്ഷനെ മാർക്കറ്റിൻ്റെ അറ്റ് ദ മണി ഓപ്ഷനെ ബൈ ചെയ്തുകൊണ്ട് ഔട്ട് ഓഫ് ദ മണി ഓപ്ഷനെ സെല്ല് ചെയ്ത് 1:1 തന്നെ സെല്ല് ചെയ്തുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഏകദേശം ഒരുവിധം നല്ല റിസ്ക് ഈ ഒരു ട്രേഡിന് ഉണ്ടെങ്കിലും ഇത് വർക്കൗട്ട് ആവാനുള്ള സാധ്യത കൂടുതലാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഓൾമോസ്റ്റ് മേജർ ട്രെൻഡ് ബുള്ളിഷ് ആയതുകൊണ്ട് ഈ ട്രേഡ് കൃത്യമായിട്ട് വീക്ക്ലി വൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓവറോൾ നമുക്ക് പ്രോഫിറ്റബിൾ ആകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കൃത്യമായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക. ഇത് ChatGPT നമുക്ക് പറഞ്ഞു തന്ന ട്രേഡാണ്. എന്താ ചെയ്തിരിക്കുന്നത്? അറ്റ് ദ മണി കോളിനെ ബൈ ചെയ്തുകൊണ്ട് ഔട്ട് ഓഫ് ദ മണി കോളിനെ സെല്ല് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ റിസ്കിനെ കൃത്യമായിട്ട് റെഡ്യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇന്നത്തെ മാർക്കറ്റിലൊക്കെ റിസ്കിനെ റെഡ്യൂസ് ചെയ്തില്ലെങ്കിൽ വലിയ ലോസ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തെ സ്ട്രാറ്റജി എന്താണ്? നമ്മുടെ ChatGPT പറഞ്ഞത് ബിയർ പുട്ട് സ്പ്രെഡാണ്. കോൾ സ്പ്രെഡ് എങ്ങനെയാണോ വർക്ക് ചെയ്തത് അതുപോലെ തന്നെയാണ് ബിയർ പുട്ട് സ്പ്രെഡ്. ബിയർ പുട്ട് സ്പ്രെഡും നമുക്ക് നേരെ നമ്മുടെ ഈ ഒരു ചാർട്ടിൽ കാണാൻ പറ്റും. ബിയർ പുട്ട് സ്പ്രെഡ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ എന്താ ചെയ്യുന്നത്? അറ്റ് ദ മണി പുട്ടിനെ ബൈ ചെയ്തുകൊണ്ട് ഔട്ട് ഓഫ് ദ മണി അറ്റ് ദ മണി പുട്ടിനെ ബൈ ചെയ്തുകൊണ്ട് ഔട്ട് ഓഫ് ദ മണി പുട്ടിനെ സെല്ല് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വ്യൂ അനുസരിച്ച് മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകുകയാണ് ചെയ്യുക. ഇവിടെ പുട്ട് സ്പ്രെഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റിസ്ക്, കോൾ സ്പ്രെഡിനേക്കാൾ നല്ല റിസ്ക് റിവാർഡ് നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി തരാറുണ്ട്. അപ്പോൾ ഈ ഒരു 3 സ്ട്രാറ്റജീസാണ് ആക്ച്വലി നമ്മുടെ ChatGPT പറഞ്ഞു. അപ്പോൾ ChatGPT നിങ്ങൾ ട്രേഡിംഗ് പർപ്പസിന് ഇത്തരത്തിലുള്ള സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിച്ച് ChatGPT പറഞ്ഞു കിട്ടുന്ന ആൻസേഴ്സ് കൃത്യമായിട്ട് പരീക്ഷിച്ച് നോക്കി വെർച്വൽ ട്രേഡ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ആക്ച്വൽ ട്രേഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ 3 സ്ട്രാറ്റജീസ് കൃത്യമായി ബാക്ക് ടെസ്റ്റ് ചെയ്ത് വെർച്വൽ ട്രേഡ് ചെയ്ത് ആക്ച്വൽ മാർക്കറ്റിലേക്ക് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ പ്രിപ്പയർ ആക്കുക. ഈ 3 സ്ട്രാറ്റജീസ് വളരെ മികച്ച പ്രോഫിറ്റ്സ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്ത് തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി ടോപ്പിക്കുമായി വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.